LDF-ഉം UDF-ഉം അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കി. സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ രണ്ടുപേർക്കും ഉണ്ട്. ഈ രണ്ട് പത്രികകളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ വിലയിരുത്തും? ഇതിനെ വിലയിരുത്താൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒന്ന് വാഗ്ദാനവും ഒന്ന് ബജറ്റും അവതരിപ്പിച്ച പോലെ എനിക്ക് തോന്നിയത്. അതായത് വരാൻ പോകുന്ന 5 വർഷത്തേക്കുള്ള ബജറ്റ് LDF അവതരിപ്പിച്ചു എന്ന് വേണം കാണാൻ. മറ്റേതൊരു വാഗ്ദാനം എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, പെൻഷൻ 3000, പിന്നെ ഈ അതോടൊപ്പം തന്നെ ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക വകുപ്പ് നിയമനിർമ്മാണം പാസ്സാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഒക്കെ നല്ല കാര്യം തന്നെ. ഇപ്പൊ കണക്ട് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം സംസ്ഥാന സർക്കാർ ഇപ്പൊ തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ നിലവിൽ ഉള്ള LDF-ന്റെ പ്രകടന പത്രികയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 60 ദിന പരിപാടികളാണ്. 900-ഓളം വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് 60 ദിന പരിപാടികളാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം കനകോല് കുത്തിയിരുന്ന് ഉണ്ടാക്കി കൊടുത്ത കുറെ സാധനങ്ങളും പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്നും പറഞ്ഞിട്ട് വന്ന് നിർത്തിയ ഡയലോഗുകളും ഒക്കെ ആണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് LDF-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ 60 ദിന പരിപാടികൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ LDF സർക്കാരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി പ്രകടന പത്രികയിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതൊക്കെ പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രകടന പത്രികയിലെ ഏകദേശം 99% വരുന്ന കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് സർക്കാരിനെ അങ്ങനെ കാണുന്നത്? അപ്പം ഈ പ്രകടന പത്രികയിൽ പുറത്തുള്ളതാണ് ഈ പറയുന്ന ടൗൺഷിപ്പ് പദ്ധതി അടക്കമുള്ള പദ്ധതികളെന്ന് ആലോചിച്ച് ചോദിക്കണം. ഈ ആ സമയത്ത് പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തന്നെ ഈ എന്താ പറയാ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ വരുന്ന വിഷയങ്ങളെല്ലാം ഇതെല്ലാം ഈ പറയുന്ന പ്രകടന പത്രിക പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ മതിയോ അങ്ങനെ ഈ പറയുന്ന പ്രകടന പത്രികയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് സർക്കാർ എടുത്തിട്ടുള്ള എഫേർട്ടുകൾ എത്രത്തോളം വലുതായിരുന്നു? അപ്പൊ ഇവിടെ UDF-കാർ പറയുന്നത് 25 ലക്ഷം രൂപ ഒരു പിന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സർക്കാരിന്റെ ഖജനാവി പൂച്ച വെറ്റി കിടക്കുകയാണെന്നാണ് VD സതീശൻ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവി എടുത്തിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? ഇപ്പൊ ഈ KSRTC ബസ്സില് സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറയുന്ന ഒരു സംഭവം നല്ലതാണ്. അത് പക്ഷെ ചുരുക്കേണ്ടിയിരുന്നു. എല്ലാ സ്ത്രീകൾക്കും കൊടുത്തിട്ട് കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 10,000-60,000 രൂപ പെർ മന്ത് സാലറി മേടിക്കുന്ന സാലറീഡ് വുമൻസ് ഉണ്ട്. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയാണ് പെൻഷൻ ഈ പറയുന്ന അവർക്ക് കൂടി വന്നാൽ എത്ര രൂപ ചിലവാകാനാണ്? 10, 25 അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 50 രൂപ ചിലവാകുമായിരിക്കും. അത്രയും രൂപ സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബസ് ചാർജ് 50 രൂപ കൊടുക്കാൻ ഉണ്ടാവില്ലേ? അതേസമയം ഇപ്പൊ ഒരു തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചാണെങ്കിൽ വീട്ടുവേലയ്ക്ക് പോകുന്ന സ്ത്രീകളുണ്ടാവും. അവർക്ക് തുച്ഛമായ വേതനത്തിലായിരിക്കും. അവർക്ക് ചിലപ്പോൾ 1-2 വീടുകളിലൊക്കെ ജോലി ചെയ്തായിരിക്കും 10,000-20,000 രൂപ കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള വീട്ടുജോലിക്കായിട്ട് പോകുന്ന അവർക്കൊക്കെ സൗജന്യമായിട്ട് കൊടുക്കണം. അത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് സൗജന്യം. വിദ്യാർത്ഥികൾ അവർക്ക് എവിടുന്ന പൈസ? വിദ്യാർത്ഥികൾക്ക് സൗജന്യം കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ വലിയ ഉയർന്ന ജോലിയും കാര്യങ്ങളും സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് എന്തിനാ വെറുതെ പിന്നെ സൗജന്യം കൊടുക്കുന്നത്? അത് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കുകയും KSRTC-ക്ക് നഷ്ടമുണ്ടാക്കി വെക്കും. ആ ഉണ്ടാകുന്ന നഷ്ടം സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യണം. ഈ 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസ്. ഈ 25 ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അത് എത്രയാണ് സർക്കാർ അടയ്ക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇത് വരണം. ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്, ഏതെല്ലാം ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടാവണം, ഇതെല്ലാം വരുന്നു. പിന്നെ റബ്ബറിന്റെ താങ്ങുവിലയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ നെല്ലിന്റെ താങ്ങുവില, ഇതെല്ലാം 2 കൂട്ടരും ഇതിനെ കൃത്യമായി പരിപാലിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും കുറച്ചുകൂടെ എനിക്ക് വിശ്വാസ്യത തോന്നിയത് എനിക്ക് LDF-ന്റെ ഒരു പ്രകടന പത്രികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബഡ്ജറ്റിന്റെ സ്വഭാവമുണ്ട്. ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ആ പ്രോജക്റ്റിന് ഇത്ര രൂപ അതിന് ചെലവാകും എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു എമൗണ്ട് ഫിക്സേഷൻ ഉണ്ടല്ലോ, അതെല്ലാം വളരെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് വായിക്കുമ്പോൾ തോന്നിയത് ഒരു ബജറ്റ് എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു അവതരണം തന്നെയാണ് ഇവിടെ നടന്നത്. പിന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക LDF-ന്റെ പത്രിക. തീർച്ചയായിട്ടും കാര്യം കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എടുത്തു നോക്കൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് LDF സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്.
അല്ലാതെ ഇപ്പൊ ക്ഷേമ പെൻഷൻ വെറും 600 രൂപ മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഈ 600 രൂപയിൽ നിന്ന് LDF സർക്കാർ അധികാരം വിട്ട് ഒഴിയുന്ന സമയത്ത് ഇന്ന് 1400 രൂപയുടെ വർധനമാണ് 10 വർഷം കൊണ്ട് ഈ പെൻഷനകത്ത് മാത്രം ഉണ്ടായിരിക്കുന്നത്. പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ചില ഫോക്കസ്ഡ് ആയി എവിടെയാണോ സർക്കാർ പ്രതിരോധത്തിലാവുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് എവിടെയൊക്കെയാണ് ചില പാകപ്പിഴകൾ ഉണ്ടായി അവർ സർക്കാരിനെതിരായിട്ട് ചില സമരമുഖങ്ങൾ ഉണ്ടായത്, അവിടങ്ങളിൽ ആക്സസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ UDF അങ്ങനെ ചില ഗിമിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസ സംരക്ഷണം, ശബരിമല ആചാര സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ ബില്ലുകൾ ഇവിടെ പാസ്സാക്കുക എന്ന് പറയുന്നത്, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിന്ദുത്വ പ്രീണനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. പിന്നെ കാരണം ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വികാരത്തെ വീണ്ടും അവിടെ കത്തിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒരു പ്രകടന പത്രികയ്ക്കകത്ത് തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. അതിന് പകരം അവിടെ ഹിന്ദുത്വ വികാരത്തെയും ശബരിമല എന്ന് പറയുന്ന ഒരു വികാരത്തെയും അവിടെ ഒരു കത്തിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ മറ്റൊരു കാര്യം, ആശാവർക്കർമാരുടെ വേതനം 700 രൂപയാക്കുമെന്ന് പറയേണ്ട ഒരു ഇതുകൊണ്ട്, ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ ആശാവർക്കർമാർക്ക് വരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയല്ലത്. അത് ഇപ്പം ശരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പറയുന്ന VD സതീശനാണെങ്കിൽ തന്നെ ഇൻ കേസ് ഇവര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കാര്യത്തിലേക്ക് വരില്ലേ? ഈ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് VD സതീശൻ തന്നെ പറയും, ഇത് ഞങ്ങളല്ല തരേണ്ടത്, ഇത് കേന്ദ്രത്തിൽ നിന്ന് വരേണ്ട ഫണ്ടാണ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനാണെങ്കിലും ഈ പറയുന്ന എല്ലാവരും അതങ്ങ് അടച്ചുപൂട്ടും. ഈ പറയുന്ന 700 രൂപ എന്ന് പറയുന്ന മിനിമം വേതനം എന്ന് പറയുന്ന പദ്ധതിയൊന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളത് ഏത് പൊട്ടക്കണ്ണനും അറിയാം. കാരണം ഇത്രയും തുക അവിടെ നിന്ന് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഫണ്ടുകൾ, ഇപ്പം നമ്മൾ നോക്കിയ ഒരു പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വരേണ്ടിയിരിക്കുന്നത് 27, 37 ഒക്കെ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്ന വെറും 5% താഴെ മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമ്മുടെ പ്രശ്നം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടേണ്ടത് ഇപ്പൊ നികുതി വിഹിതം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ആ നികുതി വിഹിതം നമുക്ക് കിട്ടേണ്ടതിന്റെ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 4/1 നമുക്ക് കിട്ടുന്നത്. അതേസമയം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ UP ആകട്ടെ, ഗുജറാത്ത് ആകട്ടെ, മഹാരാഷ്ട്ര ആകട്ടെ, ഇവർക്കൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ബീഹാർ ആവട്ടെ, ഇവരിലേക്കൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇരട്ടിയാണ് പോകുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 1 രൂപയാണെന്ന് വെക്കുക, 1 രൂപയാണ് നമുക്ക് നികുതിയായിട്ട് വരേണ്ടതിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയോ? 1 രൂപയാണ് 1 രൂപ നമ്മൾ അങ്ങോട്ട് കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം എന്ന് പറഞ്ഞാൽ 25 പൈസയാണ്. 1 രൂപയ്ക്ക് 25 പൈസയാണ്. എന്നാൽ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് കിട്ടുന്നത് 2 രൂപ 70 പൈസയാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. മഹാരാഷ്ട്രയും ബീഹാറും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല തുക കിട്ടുന്നുണ്ട്. 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2-3 ഇരട്ടിയായിട്ടാണ് അവർക്ക് കിട്ടുന്നത്. എന്തുകൊണ്ട് കേരളത്തിന്റെ വിവേചനം കാണിക്കുന്നു? അപ്പൊ ഇങ്ങനത്തെ ഒരു റിയാലിറ്റി അവിടെയുണ്ട്, ഗ്രൗണ്ട് റിയാലിറ്റി അവിടെയുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വളരെ കൃത്യമായി കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇനിയിപ്പം ഇവരിപ്പോ ഈ പറയുന്ന പോലെ ഇവർക്ക് എന്താ പറയാ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു, ദിവസക്കൂലി ആശാവർക്കർമാർക്ക് 700, അവരുടെ കയ്യടി മേടിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ ഒരു സമരം ഇനിയിപ്പോൾ ഉടനെ വരാൻ പോവാണ്. അപ്പൊ അവരുടെ ഒരു ഈ പറയുന്ന പോലെ അതിനു വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ശ്രമങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ വെറും വാഗ്ദാനം എന്നതിനപ്പുറത്തേക്ക് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ പദ്ധതി നടത്തിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയത്തില്ല. ഒന്നാമത് KSRTC എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അത് വളരെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായാലും ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. അവിടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ 50% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ 50% സ്ത്രീകളുടെ ഇപ്പൊ ഒരു ശരാശരി 1 കോടി രൂപ വരുമാനം ഉണ്ടെന്ന് വെക്കുക. ഒരു ദിവസം ഒരു 1 കോടി രൂപ വരുമാനം ഉള്ളതിനകത്ത് നിന്ന് KSRTC ഓടിക്കിട്ടുമ്പോൾ വരുമാനമാണ്. ഇതിലെ 50% സ്ത്രീകൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, പക്ഷെ 1 കോടിയുടെ ഓട്ടം വണ്ടി ഓടണം. അവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം 50 ലക്ഷം രൂപയായിട്ട് റവന്യൂ കുറയുകയാണ്. അപ്പോൾ ഒരു മാസമായി കഴിയുമ്പോൾ എത്രയായി അല്ലെ? ഏകദേശം 15 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായി. അപ്പം ഇവിടെ ഈ 15 കോടി അപ്പോൾ ഒരു മാസം കൊടുക്കേണ്ട ആരാണ്? 15 കോടി കൊടുക്കേണ്ടത് സർക്കാർ കൊടുക്കണം. സംസ്ഥാന സർക്കാർ KSRTCക്ക് ആ നഷ്ടം നികത്തി കൊടുക്കണം. 1 കോടി ആണെങ്കിൽ ഇന്നത്തെ കണക്ക് വെച്ച് 15-13 കോടി രൂപ വരെയാണ് ഇന്ന് KSRTCയുടെ ലാഭം. അപ്പൊ അതായത് KSRTC റവന്യൂ, ഈ റവന്യൂവിനകത്ത് 15 കോടിയാണെന്നുണ്ടെങ്കിൽ 7.5 കോടി രൂപ പ്രതിദിനം സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കണം. അപ്പൊ ഒരു വർഷം അധിക ബാധ്യത KSRTCക്ക് അല്ല, സർക്കാരിന് അധിക ബാധ്യത എത്ര വരും എന്ന് ആലോചിച്ച് നോക്കും. അപ്പം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ KSRTC എന്ന് പറയുന്ന സംവിധാനത്തെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ തന്നെയല്ല, ഇവിടുത്തെ കേരളത്തിലുള്ള കുട്ടികൾ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ശരിക്കും കൊണ്ടുവരേണ്ട ചില പ്രോജക്റ്റുകൾ. ഈ പറയുന്ന പോലെ
നൈപുണ്യ വികസനം, ബാക്ക് ടു കോളേജ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് അവരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ LDF അവതരിപ്പിച്ചിരിക്കുന്നത്. UDF ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് വാഗ്ദാനങ്ങളുടേതായ ഒരു കാര്യം മാത്രമാണ്, അല്ല അതിനകത്ത് അത്ര കാര്യമാത്ര പ്രസക്തമായതോ ഇംപ്ലിമെന്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.